പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന തിരുവില്ലാമല ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് CPI, AAYF സംയുക്തമായി തിരുവില്ലാമല സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തിരുവില്ലാമല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരൻ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അക്കൗണ്ടുകളിൽ നിന്നും വ്യാജ ഒപ്പും രേഖകളും നിർമ്മിച്ച് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും അഴിമതിയും തട്ടിപ്പും തുടർക്കഥയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടപാടുകാരിൽ നിന്നായി 2 കോടിയോളം രൂപയാണ് ജീവനക്കാരൻ തട്ടിയത്. വ്യാജരേഖകൾ നിർമ്മിച്ച് നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത ജീവനക്കാരനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം. ബാങ്ക് ഭരണസമിതിയുടെ അറിവോടെയല്ലാതെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ജീവനക്കാരൻ ഒറ്റയ്ക്ക് നടത്തിയെന്ന് വിശ്വാസത്തിലെടുക്കുവാൻ കഴിയില്ല. തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ജീവനക്കാരന് മേൽ പഴിചാരുന്ന ഭരണസമിതിയുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPI, AIYF സംയുക്തമായി തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമരം ഇന്നിവിടെ വളരെ സമാധാനപരമായിട്ടാണ് നാം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം 69-ലാണ് ഈ കേരളത്തിൽ ഒരു സഹകരണത്തിന്റെ കീഴിൽ ഒരു സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്കെല്ലാം ഉന്നമനത്തിക്കെല്ലാം വേണ്ടി ഉപയോഗപ്രദമായ ഒരു സഹകരണ വകുപ്പ് തന്നെ ഉണ്ടാകുന്നത്. ആ വകുപ്പിനെ ഇത്തരത്തിലുള്ള ദുർവിനിയോഗം പെടുത്തുന്ന തരത്തിലാണ് ഈ തിരുവില്ലാമലയിൽ ഈ സഹകരണ സംഘത്തിനകത്ത് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കരുവന്നൂർ എന്ന് പറയുന്ന ബാങ്കിനകത്ത് വലിയ തട്ടിപ്പുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ആ സഹകരണ സംഘം ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ആ സഹകരണ സംഘത്തിനെതിരെ അഴിമതി നടത്തിയപ്പോൾ അവിടേക്ക് സമരം നടത്തിയ ഏക യുവജന പ്രസ്ഥാനം AIYF ആണ് എന്ന് നാം ആലോചിക്കണം. അതിന് സമരം കോൾ ചെയ്തത് CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ടല്ല AIYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലപാട് സ്വീകരിച്ച് സമരം നടത്തുക. എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ പല ബാങ്കുകളും ഇവിടെ ആദ്യമായിട്ടല്ല ഇത്തരം കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ അഴിമതി നടക്കുന്നത്. കിള്ളിമംഗലം സർവീസ് സഹകരണ സംഘത്തിനകത്ത് അഴിമതി നടന്നു. കിള്ളിമംഗലം സർവീസ് സഹകരണ സംഘത്തിനകത്ത് അഴിമതി നടത്തിയപ്പോൾ അവിടേക്ക് ആദ്യമായി സമരം നടത്തിയ സംഘടന CPI ആണ്, AIYF ആണ്. മറ്റൊരു യുവജന സംഘടനയും നമ്മൾ അതിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടില്ല. CPI ലോക്കൽ സെക്രട്ടറി KR സത്യൻ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ B സ്മിത, C മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ്, AIYF മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് PS ശ്രീദാസ്, മേഖലാ സെക്രട്ടറി A ബിജുമോൻ, മേഖലാ പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, തിരുവില്ലാമല.